Good morning dears. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് GPS-ന്റെ തേർഡ് പാർട്ടാണ് കേട്ടോ. അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാനാണ്. സോ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ, എന്തൊക്കെ സിഗ്നൽസ് ആണ്, എങ്ങനത്തെയാണൊക്കെ ആണ് പാസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഫിഗർ നമ്മൾ ഇതിന് മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ക്ലാസ്സിലെങ്ങാനും കണ്ടിട്ടുണ്ടാവും. ഈ ഫിഗറിൽ എന്താ പറയുന്നത്, എർത്തിൽ ഒരു GPS റിസീവർ ഉണ്ട്, മേലെ എന്തൊക്കെയുണ്ട്, ഒരുപാട് സാറ്റലൈറ്റ്സ് ഉണ്ട്. സാറ്റലൈറ്റ്സ് നിന്നൊക്കെ എന്ത് വരുന്നു, സിഗ്നൽസ് വരുന്നു അല്ലേ. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലായിട്ട് ഇതിൻ്റെ സിഗ്നൽ എവിടെ റിസീവറിൽ എത്തുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അത് ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റിൽ നിന്ന് ഒരുപാട് സിഗ്നൽസ് വരുന്നുണ്ട് അല്ലേ. ഈ സിഗ്നൽസിൽ എന്താണ് ക്യാരി ചെയ്തിട്ടുള്ളത്, ഒരുപാട് ഡാറ്റാസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ഡാറ്റാസ് ആണ് എവിടേക്ക് വരുന്നത്, താഴെ റിസീവറിലേക്ക്, GPS-ൻ്റെ റിസീവറിലേക്ക് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് വരുന്നത്. ഈ ഡാറ്റാസ് ഒക്കെ അപ്പോൾ ഏത് ഫോർമാറ്റിലേക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അറിയണം ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ബൈനറി ഡാറ്റ ആയിട്ടാണ് വരിക. ബൈനറി ഡാറ്റ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ലാബും കാര്യങ്ങളും സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ബേസിക് സിവിൽ, ബേസിക് ഇലക്ട്രോണിക് അങ്ങനത്തെ സബ്ജക്ട്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ബൈനറി ഡാറ്റ എന്നുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്താണ്, ഈ ബൈനറി ഡാറ്റേൻ്റെ അകത്ത് 0, 1 വാല്യൂസ് ഉണ്ടാവുക. വേറെ ഡിജിറ്റ്സ് ഉണ്ടാവുമോ, ഇല്ല. 0, 1, 0, 1 അങ്ങനത്തെ ഡാറ്റാസ് ആണ് നമുക്ക് ഉണ്ടാവുക, വാല്യൂസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ സാറ്റലൈറ്റിനും ഓരോ യുണീക്ക് വാല്യൂ ആണ് ഉണ്ടാവുക. ചിലപ്പോൾ ഈ സാറ്റലൈറ്റിൻ്റെ വാല്യൂ 0, 1, 1, 1, 0 അങ്ങനെയാണെങ്കിൽ ഇതിന് 1, 1, 1, 0, 1, 1 അങ്ങനെ ഇതിൻ്റെ അകത്തു നിന്നുള്ള വ്യത്യാസമായിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇതിന് സെപ്പറേറ്റ്, ഈ സാറ്റലൈറ്റിന് സെപ്പറേറ്റ് വാല്യൂ, ഈ സാറ്റലൈറ്റിന് സെപ്പറേറ്റ് വാല്യൂ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. യുണീക്ക് വാല്യൂസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി പറയുമ്പം സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ സ്ട്രക്ചറിന് 3 കോമ്പണൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് റേഞ്ചിങ് കോഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ റാൻഡം കോഡ്സ്. അടുത്തത് നാവിഗേഷൻ കോഡ്സ്. മൂന്നാമത്തത് കാരിയർ വേവ്. ഇത് 3 എന്താണെന്ന് നമ്മൾ പഠിക്കും. ഈ ഫിഗറാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഈ ഫിഗർ വരച്ചാൽ തന്നെ പകുതി മാർക്ക് നമുക്ക് കിട്ടും സിഗ്നൽ സ്ട്രക്ചറിലുള്ളത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിഗർ എന്താണെന്നുള്ളത്. ഇത് 3 എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഫിഗർ വരയ്ക്കണം, എന്തായാലും വരയ്ക്കണം. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ എല്ലാവരും മാർക്ക് തരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് റേഞ്ചിങ് കോഡിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ C/A കോഡാണ്. ഫിഗറിൻ്റെ അകത്ത് C/A കോഡും P കോഡൊന്നും കണ്ടിട്ടുണ്ടാവും. അതേപോലെ C/A കോഡും P കോഡിനെ പറ്റിയിട്ടാണ് നമ്മൾ റേഞ്ചിങ് കോഡ്സിൽ വരുന്നതാണ് C/A കോഡും P കോഡും. പിന്നെ വരുന്നത് നാവിഗേഷൻ കോഡ്, അതാണ് ഇവിടെ നാവിഗേഷൻ സിസ്റ്റം. ഓക്കെ, പിന്നെ കാരിയർ വേവിൽ ഇതേപോലെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് L1 കാരിയറും ഒന്ന് L2 കാരിയറും. സോ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം റേഞ്ചിങ് കോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പേ ഞാൻ പറഞ്ഞു നമ്മൾ ബൈനറി നമ്പേഴ്സ് ആണ് നമ്മുടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ബൈനറി നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതേപോലുള്ള വാല്യൂസ് ആണ് ബൈനറിയിൽ വരിക. ഓക്കെ, ഫസ്റ്റ് കോഡ് എന്താണ്, റേഞ്ചിങ് കോഡ്. റേഞ്ചിങ് കോഡിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് P കോഡും ഒന്ന് C/A കോഡും. ഓക്കെ, എന്താണ് P കോഡ് എന്ന് വെച്ചാൽ, P കോഡ് എന്ന് വെച്ചാൽ അതിൻ്റെ വേർഡ് തന്നെ നമുക്കറിയാം, പ്രിസൈസ് കോഡാണ്. പ്രിസൈസ് കോഡ് എന്ന് പറയുമ്പം എന്താണ്, ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനും അതിൻ്റെ പൊസിഷനും കാര്യങ്ങളെല്ലാം ആയിരിക്കും പ്രിസൈസ് കോഡിൻ്റെ അകത്ത് ഉണ്ടാവുക. ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും. ഈ പ്രിസൈസ് കോഡ് നമ്മൾ യൂസ് ചെയ്യുക മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളിതിൻ്റെ മുമ്പേ പറഞ്ഞു അല്ലേ, ഈ GPS ഒക്കെ മെയിനായിട്ട് നമ്മൾ മിലിറ്ററി പർപ്പസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഉണ്ടാക്കിയിരുന്നത്. പിന്നെയാണ് സിവിലിയൻസിൻ്റെ പർപ്പസിലോട്ട് വന്നത് അല്ലേ. സോ ഈ മിലിറ്ററി പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മിസൈലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനും അതിൻ്റെ ടൈമും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് കറക്റ്റായിട്ട് അത് മിസൈലൊക്കെ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിലിറ്ററി പർപ്പസിന് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പ്രിസൈസ് കോഡ് എന്നുള്ളത്. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10.23 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി. ഇത് ഓർത്ത് വെക്കണം, ചെറിയൊരു ഫ്രീക്വൻസിയാണ്, 10.23 MHz ഫ്രീക്വൻസി ഉള്ളൂ.
പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് മോഡുലേറ്റഡ് ഓൺ L1 ആൻഡ് L2 കാരിയർ വേവ്. L1 L2 എന്താണെന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കും കേട്ടോ. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, L1 ഒരു രണ്ട് കാരിയർ വേവ് ആണുള്ളത്. ഒന്ന് L1 L2 എന്ന് പറഞ്ഞ രണ്ട് കാരിയർ വേവ് ഉണ്ട്. ഈ പി കോഡ് L1ൻ്റെ അകത്തും L2ൻ്റെ അകത്തും ക്യാരി ചെയ്യും, മീൻസ് ഉണ്ടാവും എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത് പൾസ് ഇൻ്റർവെൽ ഹാവ് എ റേഞ്ച് ഓഫ് 30 മീറ്റർ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു വാല്യൂ, ഒരു ഹൈറ്റിലാണ്. ഇപ്പം നമ്മുടെ എർത്തും നമ്മളുടെ സാറ്റലൈറ്റും തമ്മിൽ ഒരു 1000 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഉള്ളതെങ്കിൽ ഈ പി കോഡിൻ്റെ അകത്ത് നമുക്ക് 30 മീറ്റർ വരെയുള്ളൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഇത് പ്രിസൈസ് ആണെന്ന് പറഞ്ഞു, ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞു. ജസ്റ്റ് 30 മീറ്റർ വേരിയേഷൻസേ വരുള്ളൂ. ഇപ്പോൾ 1030 അല്ലെങ്കിൽ 970, ആ ഒരു 30 ഡിഫറൻസ്, പ്ലസ് ഓർ മൈനസ് 30 ഡിഫറൻസേ ആ റേഞ്ചിലുള്ള വ്യത്യാസം വരുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് യൂസ് ഫോർ മിലിറ്ററി പർപ്പസ്. ഞാൻ പറഞ്ഞു നമ്മൾ പ്രിസൈസ് വാല്യൂസ് ആണ് നമ്മൾ മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ്, പ്രിസൈസ് കോഡാണ്. ഓക്കെ, അടുത്തത് കോഴ്സ് അക്വിസിഷൻ കോഡ്, C/A കോഡ്. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്, 1.023 മെഗാഹെർട്സേ ഉള്ളൂ. അതുകൂടാതെ ഇത് L1 കാരിയർ വേവിൽ മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. L1 കാരിയർ വേവിൽ മാത്രമേ ഇത് മോഡുലേറ്റ് ചെയ്യുള്ളൂ. പി കോഡ് എന്തിനാണ്, L1 L2 മോഡുലേറ്റ് ചെയ്യില്ലേ, മോഡുലേറ്റഡ് ഓൺ L1 ആൻഡ് L2. പക്ഷേ C/A കോഡ് L1 മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയുന്നത്, ഇത് അത്രയ്ക്ക് ആക്യുറേറ്റ് അല്ല, ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് കോഡ്. അതുകൊണ്ട് തന്നെ സിവിലിയൻസ് ആണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് സിവിലിയൻസ് ലെസ് ആക്യുറേറ്റ് കോഡ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അത്രയും ആവശ്യമില്ല. നമുക്കിപ്പം എല്ലാ കോഡും കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, കറക്റ്റ് ഡയറക്ഷനിലോട്ടോ കറക്റ്റ് ടൈമിലോ അങ്ങനെ നമുക്ക് ആവശ്യമില്ല. ഇത് മിലിറ്ററി പർപ്പസിന് മാത്രമേ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ആവശ്യമുള്ളൂ. അതുകൊണ്ട് അവരെല്ലാ കോഡും അവർ യൂസ് ചെയ്യുന്നുണ്ട്, പി കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ര ആക്യുറേറ്റ് വേണ്ട, അതുകൊണ്ടാണ് C/A കോഡ് സിവിലിയൻസ് യൂസ് ചെയ്യുന്നത്, പി കോഡ് മിലിറ്ററി കോഡും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 300, ഇതിൻ്റെ പൾസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. ദാറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 300 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നെ പറയുന്നത് മോഡുലേറ്റഡ് C/A കോഡ് ആൻഡ് പി കോഡ് ആർ റെഫേർഡ് ടു ആസ് സ്യൂഡോ റാൻഡം നോയ്സ് കോഡ്, PRN കോഡ് എന്ന് പറയും. ഇത് രണ്ടും കൂടി മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു കോഡ് കിട്ടും, PRN കോഡ്. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞു വെക്കാം. പി കോഡും C/A കോഡും കൂടി മോഡുലേറ്റ് ചെയ്യുകയാണെങ്കിൽ PRN കോഡ് കിട്ടും. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഒരു സാറ്റലൈറ്റ് എന്ന ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് നമുക്ക് സിഗ്നൽസ് വരികയാണ്. ഈ സിഗ്നൽസിൻ്റെ ടൈം കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്താ പറയുക, കറക്റ്റ് ആയിരിക്കണം അല്ലേ. വെരി പ്രിസൈസ് ടൈം മാർക്സ് ദാറ്റ് പെർമിറ്റ്സ് ദി ഗ്രൗണ്ട് റിസീവേഴ്സ് ടു കമ്പയർ ആൻഡ് കമ്പ്യൂട്ട് ദി ടൈം ഓഫ് ട്രാൻസിഷൻ. ഇവിടെ നടക്കുന്ന ടൈം കമ്പ്യൂട്ട് ചെയ്യാനും കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്, സാറ്റലൈറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ടൈം ഓഫ് ട്രാൻസിഷൻ കമ്പയർ ചെയ്യാനും കമ്പ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കോഡ് ഉണ്ടായിരിക്കുന്നത്. ഈ കോഡ് വെച്ചിട്ടാണ് നമ്മളുടെ സാറ്റലൈറ്റ് റേഞ്ച് ഉള്ള സ്ഥലത്താണോ, അതിന് പ്രോപ്പറായിട്ട് റേഞ്ച് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു PRN കോഡ് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് നാവിഗേഷൻ കോഡാണ്. നാവിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അറിയാം അല്ലേ, എന്താണ് ഇതിൻ്റെ മുമ്പേ നാവിഗേഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചത്, നാവിഗേഷണൽ സാറ്റലൈറ്റ് ഒക്കെ പഠിച്ചു അല്ലേ. അത് നമ്മൾക്ക് എവിടെ ആവശ്യം വരിക എന്ന് വെച്ചാൽ ഈ ഒരു സാറ്റലൈറ്റിനെ പറ്റിയിട്ട്. ഇതിൻ്റെ മുമ്പേ പഠിച്ച പി കോഡ് നമ്മൾ യൂസ് ചെയ്തത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ്. C/A കോഡ് നമ്മൾ യൂസ് ചെയ്തത് സിവിലിയൻസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നാവിഗേഷൻ കോഡ് എന്തിനാന്ന് വെച്ചാൽ സാറ്റലൈറ്റിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാവിഗേഷൻ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 മെഗാഹെർട്സ് ആണ്. ഇത് L1 L2 ക്യാരി ചെയ്യും. ഈ നാവിഗേഷൻ കോഡിൻ്റെ അകത്ത് നമുക്ക് സാറ്റലൈറ്റിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അറിയാൻ പറ്റും, ക്ലോക്കിൻ്റെ അകത്തുള്ള കറക്ഷൻസ് അറിയാൻ പറ്റും, അറ്റ്മോസ്ഫിയറിക് ഡാറ്റ അറിയാൻ പറ്റും. അങ്ങനത്തെ എല്ലാ ഡാറ്റ, സാറ്റലൈറ്റിനെ പറ്റിയുള്ള എല്ലാ ഡാറ്റാസ് അറിയാൻ പറ്റും നാവിഗേഷൻ കോഡിൻ്റെ അകത്ത്. ഇതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കൺട്രോൾ സ്റ്റേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് കൺട്രോൾ സ്റ്റേഷൻ, എന്തിനാണ് കൺട്രോൾ സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം ഓർബിറ്റിൻ്റെ അകത്താണ് എന്തുള്ളത്, സാറ്റലൈറ്റ്സ് ഉള്ളത് അല്ലേ. ഓരോ ഓർബിറ്റ് 6 ഓർബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഓരോ ഓർബിറ്റിൻ്റെ അകത്ത് 4 സാറ്റലൈറ്റ് വീതം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ.
ചില സമയത്ത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫോഴ്സ് കാരണം ഓർബിറ്റിൽ നിന്ന് സാറ്റലൈറ്റ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വിട്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓർബിറ്റിൽ നിന്ന് സാറ്റലൈറ്റ് അതിൻ്റെ പൊസിഷൻ മാറി പോകുമ്പോൾ ഈ കൺട്രോൾ സ്റ്റേഷനിൽ ഇത് അറിയാൻ പറ്റും. കൺട്രോൾ സ്റ്റേഷൻ താഴത്തുണ്ടാവുമല്ലോ, ഇതിനെ അറിയാൻ പറ്റും. ഈ കൺട്രോൾ സ്റ്റേഷൻ്റെ അകത്ത് ആര് ഇരിക്കുന്നുണ്ടാവും? ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അവർക്ക് ഇത് അറിയാൻ പറ്റും ഓർബിറ്റിൽ നിന്ന് സാറ്റലൈറ്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരിരുന്ന് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് ഈ പൊസിഷൻ കറക്റ്റ് ചെയ്യും. ഈ സാറ്റലൈറ്റിന് തിരിച്ചും ഓർബിറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവർ കറക്റ്റ് ചെയ്തിട്ട് ആ ഇൻഫോർമേഷൻ തിരിച്ച് സാറ്റലൈറ്റിലേക്ക് അയച്ചിട്ട് അവർ സാറ്റലൈറ്റ് തിരിച്ച് ഓർബിറ്റിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ പറ്റും അല്ലേ. ഇതാണ് അവിടെ നാവിഗേഷൻ കൺട്രോൾ സ്റ്റേഷനിൻ്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാവിഗേഷണൽ കോഡിൻ്റെ അകത്ത് സാറ്റലൈറ്റിനെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ടൈമും പൊസിഷനും ഹെൽത്ത് സ്റ്റാറ്റസും അങ്ങനത്തെ എല്ലാം അറിയാൻ പറ്റും. ഈ സാറ്റലൈറ്റ് ഇപ്പോൾ എവിടെയാണുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നാവിഗേഷൻ കോഡിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അടുത്തതാണ് കാരിയർ വേവ്. കാരിയർ വേവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേർഡ് തന്നെ മനസ്സിലാവണം, എന്തോ ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് അറിയണം. എന്തിനപ്പോൾ കാരിയർ വേവ്? നമ്മളുടെ ആവശ്യം എന്താണ്? ഇപ്പം ഞാൻ ഇതിൻ്റെ മുമ്പേ പറഞ്ഞു പി കോഡും C/A കോഡും 2 കോഡ് ഉണ്ടല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു. പി കോഡിന് 10.23 മെഗാഹെർട്സും C/A കോഡിന് 1.023 മെഗാഹെർട്സ് എന്തോ ആണ്. ഈ 2 ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ചെറിയ ഫ്രീക്വൻസിയാണ്, വളരെ ചെറിയ ഫ്രീക്വൻസി. ഈ ചെറിയ ഫ്രീക്വൻസി ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴോട്ട് എർത്തിലേക്ക് എത്താൻ പറ്റില്ല. ചെറിയ ഫ്രീക്വൻസി കാരണം അവർക്ക് മുകളിൽ നിന്ന് താഴോട്ട് എർത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം എന്തായാലും അവർക്ക് സിഗ്നൽ എത്തണമല്ലോ. എത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് ഈ കാരിയർ വേവ് ആണ്. കാരിയർ വേവ് അവരെ ക്യാരി ചെയ്തിട്ട് എർത്തിൽ എത്തിക്കുകയാണ് ചെയ്യുക. അത് കാരിയർ വേവിന് 2 കാരിയർ വേവ് ഉണ്ട്. ഒന്ന് L1 കാരിയറും ഉണ്ട്, ഒന്ന് L2 കാരിയറും ഉണ്ട്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ഇവർ രണ്ട് എന്താ പറയുക, ഒരു വെഹിക്കിളാണെന്നോ ആൾക്കാരാണെന്നോ സങ്കല്പിക്കുക കേട്ടോ. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുക? ഈ പി കോഡിനും C/A കോഡിനും നാവിഗേഷൻ കോഡിനും ഒക്കെ ഫ്രീക്വൻസി കുറവായത് കാരണം ഇവർ രണ്ടുപേരും കൂടി എർത്തിലെത്തിക്കുകയാണ് ചെയ്യുക. ഈ കാരിയർ വേവ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? മോഡുലേഷൻ എന്ന് പറഞ്ഞൊരു ടേം പഠിക്കണം. എന്താണ് മോഡുലേഷൻ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഇയറിൽ മോഡുലേഷൻ എന്താണെന്നുള്ളത് അല്ലേ. ചെറിയ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽസിനെല്ലാം ദൂരമുള്ള ലാർജ് ഡിസ്റ്റൻസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മോഡുലേഷൻ എന്നുള്ളത് അല്ലേ. ഡീമോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ കിട്ടിയ ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യുക? ഡീമോഡുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുക അല്ലേ. മോഡുലേറ്റ് ചെയ്യുക, ഡീമോഡുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് L1 കാരിയർ വേവ് ഉണ്ട്, L2 കാരിയർ വേവ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിനും ഹൈ ഫ്രീക്വൻസി ആണ്. ഇവിടെ നോക്കിക്കുക, രണ്ടിനും ഹൈ ഫ്രീക്വൻസി ആണുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പി കോഡിൻ്റെ സമയത്ത് പറഞ്ഞു പി കോഡിൽ L1ഉം L2 പറ്റും. മീൻസ് L1നും ക്യാരി ചെയ്യാൻ പറ്റും, L2നും ക്യാരി ചെയ്യാൻ പറ്റും. ആര്? പി കോഡിന്. അതേപോലെ നാവിഗേഷൻ കോഡിനും L1നും L2നും ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷേ എന്തിന്? നമ്മൾ C/A കോഡിന് L1 മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ, L2 പറ്റില്ല. അത് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, എത്രത്തോളം ഫ്രീക്വൻസി കൂടുന്നോ അത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനിപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ഈ L1നും L2നും കറക്റ്റായിട്ട് എർത്തിൽ എത്താൻ പറ്റും. മറ്റവർക്ക് ഫ്രീക്വൻസി കുറവായതുകൊണ്ടാണ് അവർക്ക് എത്താൻ പറ്റാത്തത്. ഈ L1ഉം L2 എന്ത് ചെയ്യും? ഇവരെ എല്ലാവരെയും എടുത്തിട്ട് എർത്തിലെത്തിക്കും. എർത്തിലെത്തിയാൽ മതിയോ? L1ഉം L2 എർത്തിലെത്തി അത് മതിയോ? ഇല്ല, അത് ഡീമോഡുലേറ്റ് ചെയ്യണം. ഡീമോഡുലേറ്റ് ചെയ്ത് എർത്തിലേക്ക് എന്തിനെയാണ് പറഞ്ഞയക്കുന്നത്? പി കോഡും C/A കോഡും നാവിഗേഷൻ കോഡൊക്കെ എർത്തിലെത്തിയിട്ട് ആ പ്രോസസ്സിങ് നടത്തുന്നത്. നമുക്ക് എവിടെയാണ് GPS റിസീവറിലേക്ക് എത്തിയിട്ട് നമ്മളുടെ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ L1ഉം L2 ജസ്റ്റ് എന്താണ്? ഒരു കാരിയർ വേവ് ആണ്. ഓക്കെ, ഇതാണ് കാരിയർ വേവ്. ഞാൻ പറഞ്ഞു പി കോഡും നാവിഗേഷൻ കോഡും L1ഉം L2 ക്യാരി ചെയ്യും. പക്ഷേ C/A കോഡ് എന്താണ്? L1 മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. അടുത്തത് ഞാൻ പറഞ്ഞു ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണെന്നുള്ളത്. ഇതിലിപ്പോൾ നോക്കിക്കേ, നമ്മൾ എന്താണ് പറഞ്ഞത്? L1 ഉണ്ട്, L2 ഉണ്ട്. L1ഉം L2 എന്താണ്? കാരിയർ വേവ് ആണ് അല്ലേ. അതുപോലെ C/A കോഡ് ഉണ്ട്, നാവിഗേഷണൽ കോഡ് ഉണ്ട്, പി കോഡും ഉണ്ട്. പി കോഡും നാവിഗേഷണൽ കോഡും എന്താണെന്നാ പറഞ്ഞത്? L1ഉം L2 ക്യാരി ചെയ്യും അല്ലേ. ഈ L1ലോട്ട് നോക്കി, ഇതിൻ്റെ രണ്ടിൻ്റെ ആരോ നോക്കിക്കേ, നാവിഗേഷൻ കോഡും പി കോഡും രണ്ടിൻ്റെ ആരോ L1ലേക്കും പോകുന്നുണ്ട്, L2ലേക്കും പോകുന്നുണ്ട്. പക്ഷേ C/A കോഡോ അത് വെറും L1 സിഗ്നലിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതിൻ്റെ ആരോ മാർക്ക് ഇങ്ങനെയാണ് അല്ലേ.
L2ലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, വെറും L1 സിഗ്നലിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഏത്? C/A കോഡ്. ഓക്കെ, ഈ ഫിഗർ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സിഗ്നൽ സ്ട്രക്ചർ ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ സിഗ്നൽ സ്ട്രക്ചർ ചോദിച്ചാൽ എഴുതേണ്ടത്. എന്തൊക്കെയാണ് അതിൻ്റെ കോമ്പോണൻസ് എഴുതുക, ആ ഓരോ കോമ്പോണൻസിൻ്റെ അകത്ത് വരുന്ന കോഡുകൾ, P കോഡ്, C/A കോഡ്, നാവിഗേഷണൽ കോഡ് എഴുതാം. പിന്നെ കാരിയർ വേവ്സ് എന്താണ്? L1 ഉം L2. L1 കാരിയർ വേവ് ഉണ്ട്, L2 കാരിയർ വേവ് ഉണ്ട് എഴുതാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഫിഗർ വരയ്ക്കാം. ഇത്രയും വരച്ചാൽ നിങ്ങൾക്ക് സിഗ്നൽ സ്ട്രക്ചർ എഴുതാൻ പറ്റും. ഇതൊരു ബിഗ് മാർക്കിന് ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.